ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവിൻ ദൈവമേ, അവിടുത്തെ മഹത്വമുള്ള സൂക്ഷിലേക്ക് കടന്നു വരുവാൻ അടിയങ്ങളെ അനുവദിച്ച എല്ലാ കൃപകൾക്കായിട്ടും അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പങ്കെടുക്കുവാൻ തക്കൊണ്ടും സഹായിക്കണമേ. ഇവിടുത്തെ എല്ലാവിധമായ സജ്ജീകരണങ്ങളിലും സാങ്കേതികമായ ക്രമീകരണങ്ങളിലും അവിടുത്തെ ദിവ്യസാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഒരു കേടുപാടോ നാശനഷ്ടവരാ നീ സൂക്ഷിച്ചോളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാരാജ്യങ്ങളിൽ ശുശ്രൂഷ വീക്ഷിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവെ, അങ്ങയുടെ നാം ഉയർത്തപ്പെടുവാനും അങ്ങയുടെ വചനത്തിൻ്റെ മഹിമ ലോകത്തിന് മനസ്സിലാക്കുവാനും തക്കവണ്ണം എളിയ ശുശ്രൂഷ മുഖാന്തരമായി തീർന്നെന്ന് പ്രാർത്ഥിക്കുന്നു. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഏഴിലും ഏഴാങ്ങയിലെ കൊണ്ട് ശുശ്രൂഷ സഹായിക്കാൻ അനുഗ്രഹിക്കാൻ ചെയ്യണമെന്ന് യേശു അതിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ക്രൗൺ 23 എന്ന മെഗാ ബൈബിൾ ക്വിസ് മത്സരത്തിലേക്ക് പ്രേക്ഷകരായ നിങ്ങളെ എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ മത്സരിക്കുവാനെത്തിയ നിങ്ങളെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ ഉണ്ടായിരുന്ന 2 സ്റ്റേജുകളിൽ നിന്നും അല്പം വിഭിന്നമാണ് ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജ്. ആദ്യത്തെ 3 റൗണ്ടുകൾ സമാനമായ റൗണ്ടുകളാണ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട് അല്ല. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടിൽ ആളാം പ്രതി ഓരോ ചോദ്യം, അങ്ങനെ 3 ചോദ്യം ഉണ്ടായിരിക്കും. ശരിയായ ഉത്തരത്തിന് 5 മാർക്ക്, ഉത്തരം തെറ്റുകയാണെങ്കിൽ -1 മാർക്ക്, പഴയതുപോലെ. അത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. അത് കഴിഞ്ഞാൽ ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. അത് സുബി ജോണിൽ നിന്ന് ആരംഭിക്കും. ആറാം പ്രതി ഓരോ ചോദ്യം, സെയിം പാറ്റേൺ. ശരിയായിട്ടുള്ള മറുപടിക്ക് 5 മാർക്ക്, തെറ്റാണെങ്കിൽ -1 മാർക്ക്, പാസ്സാണെങ്കിൽ മാർക്കൊന്നുമില്ല. റൈറ്റ്. മൂന്നാമത്തെ റൗണ്ട് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടാണ്. അത് ജോമിയിൽ നിന്ന് ആരംഭിക്കും. ഗോസ് ദിസ് വേ. റൈറ്റ്. 3 ചോദ്യങ്ങൾ, 5 മാർക്സ് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ. അടുത്തതായിട്ട് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. അത് പൊതു ചോദ്യങ്ങളാണ്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചോദ്യത്തിന് 2 മാർക്കും രണ്ടാമത്തെ ചോദ്യത്തിന് 3 മാർക്കുമായിരുന്നു. ഈ പ്രാവശ്യം 2 ചോദ്യങ്ങൾക്കും 5 മാർക്ക് വീതമാണ് നിർണ്ണയിച്ചിരിക്കുന്നത്. ബസറമർത്തി ആണ് ഇതിന് മറുപടി നൽകേണ്ടത്. സോ ആദ്യമേ ആരാണ് ബസറമർത്തുന്നതെന്ന് വെച്ചാൽ അവർക്കായിരിക്കും ഉത്തരം നൽകുന്നതിനുള്ള അവസരം ലഭിക്കുന്നത്. ഓൾറൈറ്റ്. 2 ചോദ്യങ്ങൾ, 10 മാർക്സ്. പുതുതായിട്ട് ഈ പ്രാവശ്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു റൗണ്ടാണ് പ്രൈസ് റൗണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് മണി റൗണ്ടായിരുന്നു. ഈ പ്രാവശ്യം ടെസ്റ്റ് മണി റൗണ്ടില്ല. അതിന് പകരമായിട്ട് പുതുതായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന റൗണ്ടാണ് പ്രൈസ് റൗണ്ട്. ദൈവത്തെ പാടി സ്തുതിക്കുവാനും പുകഴ്ത്തുവാനുമുള്ള സാവകാശമുണ്ട്. ഏത് ഭാഷയിലും പാട്ടുകൾ പാടാം. പാട്ടിൻ്റെ ദൈർഘ്യം 5 മിനിറ്റിൽ കവിയരുത്. എങ്കിലും അത്യാവശ്യമെങ്കിൽ 1 മിനിറ്റ് കൂടി നൽകുന്നതാണ്. പക്ഷേ ഏറ്റവും മിനിമം ടൈം 3 മിനിറ്റാണ്. 3 മിനിറ്റിൽ കുറയാതെയും 5 മിനിറ്റിൽ അധികം കൂടാതെയുമാണ് പാട്ടുകൾ പാടേണ്ടത്. ഏത് ഭാഷയിലെ പാട്ടുകളും പാടുവാൻ കഴിയും. ദൈവത്തെ സ്തുതിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരുടെ പാട്ടുകൾക്കും 5 മാർക്ക് വീതമാണ് നിർണ്ണയം ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ പാട്ടിൻ്റെ മാധുര്യത്തെക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളൊരു അവസരം മാത്രമാണ് നാം ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മാർക്കിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ആ മാർക്കിൻ്റേതായിട്ടുള്ള വ്യതിയാനം കൊണ്ട് യാതൊന്നും സംഭവിക്കാനും പോകുന്നില്ല. അപ്പോൾ നമ്മൾ ദൈവത്തെ പാടി സ്തുതിക്കുക, എങ്കിലും ഒരു മത്സരം എന്നുള്ള നിലയിൽ മാർക്ക് തരേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മുടെ പ്രൈസ് റൗണ്ട്. ഇനിയും ഈ പ്രൈസ് റൗണ്ടും കഴിയുമ്പോൾ നമുക്കൊരു വിജയം കണ്ടെത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ
ബൈബിൾ ബോംബ് ഇട്ട് വിജയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഓൾറൈറ്റ്, ഇതിന് ആവശ്യം വരികയില്ല എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിലെ റൗണ്ടുകൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. എനി ഡൗട്ട്സ്? ഇല്ല. ജോമി, സംശയങ്ങൾ? എന്നാൽ നിങ്ങളെ തന്നെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുക. ഒരു പുതിയ എപ്പിസോഡാണല്ലോ. കർത്താവിന് സ്തോത്രം. എൻ്റെ പേര് ഐഡാ തമ്പി. ഞാൻ ശ്രീകാര്യത്തു നിന്ന് വരുന്നത്. എനിക്ക് ഭർത്താവ് 3 മക്കളുമുണ്ട്. ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ജോമി? എൻ്റെ പേര് ജോമി എച്ചമ്മ ജോൺസൺ. ഞാൻ ആറന്മുളയിൽ നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, അനിയത്തി. ഞങ്ങൾ ഓർത്തഡോക്സ് സഭയാണ്. എൻ്റെ പേര് സുബി ജോൺ. ഞാൻ പത്തനാപുരത്ത് നിന്ന് വരുന്നു. എനിക്ക് ഹസ്ബൻഡ്, 2 കുഞ്ഞുങ്ങൾ, അമ്മ ഉണ്ട് വീട്ടിൽ. റൈറ്റ്, എല്ലാവരും തയ്യാറാണ്? നമ്മുടെ സ്കോർ കീപ്പേഴ്സിനെയും ജഡ്ജസിനെ പരിചയപ്പെടുത്താം. മിസ്സസ് രാജീവ് വർഗീസ് എൻ്റെ പ്രിയ ഭക്തിയും എൻ്റെ കൂട്ടുവേലക്കാരിയുമാണ്. ഈ ശുശ്രൂഷ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. മിസ്സസ് രാജയെ ഈ എപ്പിസോഡിലേക്ക് കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ടുള്ളത് മിസ്സസ് ബിൻസി മത്തായച്ചനാണ്. ചെറുപ്പം മുതൽ ഈ ശുശ്രൂഷയിൽ വളർന്ന മകളാണ്. ഇപ്പോൾ നാട്ടിൽ സെറ്റിൽ ഡൗൺ ചെയ്തിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ സ്കോർ കീപ്പറായിട്ട് വന്നതിന് പ്രിയപ്പെട്ട ബിൻസിയോട് ഞങ്ങൾ നന്ദിയും അതോടൊപ്പം തന്നെ ഈ എപ്പിസോഡിലേക്ക് കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഓൾറൈറ്റ്, ഇനിയും മാന്യ പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരെയും ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യാൻ അതിയായ സന്തോഷമുണ്ട്. യേശുക്രിസ്തു നാം ഉയർത്തപ്പെടുവാനും ദൈവവചനത്തിൻ്റെ പൊരുളുകൾ ഗ്രഹിക്കുവാനും മറ്റനേർക്ക് അത് പകർന്നു കൊടുക്കുവാനും തക്കവണ്ണം ഇന്നത്തെ ശുശ്രൂഷ മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. So we go to the first round. ആദ്യത്തെ റൗണ്ടാണ്. ആദ്യത്തെ ചോദ്യം ഐഡ തമ്പിയോടാണ്. ഞാൻ സകല മനുഷ്യരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യൗവനക്കാർ ദർശനങ്ങൾ കാണും. ഇവ ആരോട് പറയുന്നു? യോവാൽ പ്രവാചകനാണ് പറഞ്ഞത്. ആരാണ് പറയുന്നത്? മുഴുവൻ പറഞ്ഞിട്ട്. യോവേൽ പ്രവാചകൻ കൂടെ പറഞ്ഞ പ്രവാചകമാണിത്. യോവേൽ പ്രവാചകനോട് പറഞ്ഞ പ്രവാചകമാണിത്. ഇത് പത്രോസ് യഹൂദന്മാരോട് പറയുന്നു. യോവേൽ പ്രവാചകനോട് പത്രോസ് എങ്ങനെ യഹൂദന്മാരോട് പറയുന്നത്? യോവേൽ പ്രവാചകൻ കൂടെ പ്രവചിച്ച പ്രവാചകം. അതിലൊരു ഭാഗം ശരിയാണ്. യോവേൽ പ്രവാചകനിലൂടെ ഉള്ള അറിയിപ്പാണ്, അത് ശരിയാണ്. 3 ഭാഗമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ആ ഭാഗത്തിന് 1.5 മാർക്ക് ലഭിക്കുന്നതാണ്. 1.5 മാർക്സ്. യെസ്, ജോബിക്ക് വല്ലതും പറയാനുണ്ടോ? പാസ്സാണ്. സുബി പറയും. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് യോവേൽ പ്രവാചകനിലൂടെ. ശരിയായ മാർക്ക്. കറക്റ്റ് മാർക്സ്. സോ സുബി ഗെറ്റ്സ് 3 മാർക്സ്. റൈറ്റ്? പത്രോസ് തിരിച്ചാ പറഞ്ഞു. ജോമി റെഡി? ഓൾറൈറ്റ്. ദൈവത്തെ മറന്ന് ഏറ്റവും ദുഷ്ടത പ്രവർത്തിച്ച ആഹാബിന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? അവർക്ക് എന്ത് സംഭവിച്ചു? പാസ്. സുബി? 70 പുത്രന്മാരുണ്ടായിരുന്നു. 70 പുത്രന്മാരുണ്ടായിരുന്നു. ആദ്യത്തെ ഭാഗം ശരിയാണ്. 2 മാർക്ക്. യേഹൂവിന്റെ നിർദ്ദേശപ്രകാരം പുത്രന്മാരുടെ തല വെട്ടി പടിവാതിൽക്കൽ വെച്ചു. ഒരു കുട്ടയിലാക്കി പടിവാതിൽക്കൽ. Yeah, that's the right answer. So you get 4 marks now. To the next question. സുബിയോടാണ്. കേദർലായവനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ച അബ്രാം മടങ്ങി വന്നപ്പോൾ അപ്പവും വീഞ്ഞുമായി അബ്രാമിനെ എതിരേറ്റ പുരോഹിതനാര്? മൽക്കിസദേക്ക്. ഉത്തരം വളരെ ശരിയാണ്. 5 marks for സുബി ജോൺ. റൈറ്റ്?
So will you please give me the score for the Old Testament round? Mrs. Ida Thambi 1.5. Mrs. Ida Thambi gets 1.5 marks. Jomi Johnson nil. Jomi Johnson nil. Subi John 12. Subi John 12. All right? Right. Second round, New Testament round. ചോദ്യം ആരംഭിക്കുന്നത് സുബിയിൽ നിന്നാണ്. യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ശേഷം യേശുവിൻ്റെ കല്ലറയിൽ ആദ്യം എത്തിയ ശിഷ്യൻ ആരാണ്? പത്രോസ്. അല്ല. -1 മാർക്ക് ഫോർ സുബി. വേറെ വല്ലവർക്കും മറുപടി ഉണ്ടോ? യോഹന്നാൻ. യോഹന്നാൻ. യോഹന്നാൻ അവിടെ എഴുതിയിട്ടുണ്ടോ? യോഹന്നാനല്ലേ? ഈ ശിഷ്യനെ ആദ്യം ഓടിയത്. പത്രോസ് ഓടി. മറ്റേ ശിഷ്യൻ. മറ്റേ ശിഷ്യൻ എന്ന് പറയുന്നത് യോഹന്നാൻ എന്നുള്ള ഊഹമാണ് അല്ലേ? യാ. അപ്പോൾ ഭാഗികമായിട്ടുള്ള മാർക്കാണ് ലഭിക്കുന്നത് 2 മാർക്ക്. രണ്ടാമത്തെ ചോദ്യം ജോമിയോടാണ്. കർത്താവെ, അവർക്ക് ഈ പാപം നിലനിർത്തരുതേ എന്നുള്ളത് ആരുടെ അവസാന വാക്കുകളാണ്? സ്തേഫാനോസ്. സ്തേഫാനോസിൻ്റെ അവസാന വാക്കുകളാണ്. ഉത്തരം ശരിയാണ്. 5 മാർക്ക് ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തെ ചോദ്യം സിസ്റ്ററാണ്. ഞാൻ തൻ്റെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? മാർത്തയോട്. ശരിയായ മറുപടിയാണ്. 5 മാർക്ക് ലഭിക്കും. Alright, please give the scorecard after the second round, New Testament round. Mrs. Ida gets 5 marks. Miss Ida Thambi gets 5 marks. Miss Jomi 7. Miss Jomi gets 7 marks. Mrs. Subi -1. Miss Subi gets -1. Right. Now here we go to the Christian focus round. റെഡിയാണോ? ജോമിയാണ് ഫസ്റ്റ് ആൻസർ. യെസ്. ആദ്യ സുവിശേഷം എഴുതിയ വിശുദ്ധ മത്തായിയുടെ തൊഴിൽ എന്തായിരുന്നു? ചുങ്കക്കാരൻ. ഉത്തരം ശരിയാണ്. ജോമി ഗെറ്റ്സ് 5 മാർക്സ്. ഇയ്യോബിന്റെ പരീക്ഷകൾക്ക് മുമ്പ് അവൻ എത്ര മക്കളുണ്ടായിരുന്നു? 10 മക്കൾ. വെച്ച് പറയാൻ പറ്റുമോ? 7 പുത്രന്മാരും 3 പുത്രിമാരും. ഉത്തരം വളരെ ശരിയാണ്. സുബി ഗെറ്റ്സ് 5 മാർക്സ്. ഇസ്രായേലിന്റെ അവസാനത്തെ ന്യായാധിപൻ ആരാണ്? ശമൂവേൽ. ശരിയാണ്. 5 മാർക്സ്. So please give me the score after the Christian focus round. Mrs. Ida Thambi 5 marks. Miss Ida Thambi 5 marks. Miss Jomi Johnson 5. Johnny Johnson 5. Subi John 5. Subi also gets 5. Now it's a Bible bumper round. നിർണായകമായ റൗണ്ടാണ്. ബസർ അമർത്തണം. ഓൾ റൈറ്റ്? ഓക്കെ. വിശുദ്ധ ബൈബിളിൽ 2 ഭാര്യമാർ ഉണ്ടായിരുന്നെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? യേസുബി. ലാമക്. ലാമക്. താമസിച്ചുപോയി. ഞാൻ പറഞ്ഞല്ലോ, പകുതി ആകുമ്പോഴേ പ്രസാദം കുഴപ്പമില്ല. -1 അല്ലേ പോവുള്ളൂ. ഓക്കെ. 5 മാർക്സ് ഫോർ സുബി ജോൺ. റൈറ്റ്. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഭാര്യമാരുടെ പേരെന്ത്? ആദാസില്ല. അവിടെ പ്രസ് ചെയ്ത്. So 5 more marks for Subi John. Will you please give me the scorecard for the Bible bumper round? Mrs. Ida gets nil. Miss Ida gets nil. Miss Jomi nil. Miss Jomi nil. Mrs. Subi 10. Miss Subi 10 marks. All right. Okay. Now the next is praise round.
ആദ്യമായിട്ട് ഐഡ തമ്പി. പാടും ഞാനേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. പാടും ഞാൻ എന്നാകതാരിലനുദിനം വാഴും ശ്രീ യേശുവിന്. പാടും ഞാൻ എന്നാകതാരിലനുദിനം വാഴും ശ്രീ യേശുവിന്. ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും. ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും. പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. കാട്ടോലിവായിരു നായെന്നെ കാട്ടോലിവായിരു നായെന്നെ നല്ല വലം നിറപ്പാൻ. കാട്ടോലിവായിരു നായെന്നെ നല്ല വലം നിറപ്പാൻ. അവൻ വേട്ടിയിടച്ചെന്നെ നല്ലോലിവിൻ തരുവോടതു ചിന്തിച്ചെന്നും. അവൻ വേട്ടിയിടച്ചെന്നെ നല്ലോലിവിൻ തരുവോടതു ചിന്തിച്ചെന്നും. പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. താങ്ക് യു. അടുത്തതായിട്ട് ജോമി അച്ചാമ്മ ജോൺസൺ. മനസ്സാകുമോ സുഖമാക്കുവാൻ, മതിയാവില്ല മരുന്നേതുമേ. എഴുന്നള്ളണേ പ്രഭയോടെ നീ മുറിവേറ്റുവാങ്ങാൻ. എഴുന്നള്ളണേ പ്രഭയോടെ നീ മുറിവേറ്റുവാങ്ങാൻ. മനസ്സാകുമോ അങ്ങേ മുൻപിലെൻ്റെ പങ്കപ്പാടുകളും ആശങ്കകളുമായി മാറും. അങ്ങേ മാറിൽ തല ചായ്ച്ചുറങ്ങിടുമ്പോൾ മാറാവ്യാധികളും മാറും. അതിഘോഷവും കൂടാതെ ഞാൻ മൃദുഗീതമായി സ്തുതി പാടിടും. വീണിൽ ചൂടുരുകി നീറുമെൻ മനസ്സിൽ ഒരു പുതുമഴയുടെ കുളിരായി മാറും. മനസ്സാകുമോ ദൈവനീതി അങ്ങു പൂർത്തിയാക്കി എന്നിൽ സ്വന്തമായി വന്നു
മനഃശാന്തിയായി മഴ തൂകണേ, മനസ്താപമായി തെളിനീരിതാ വേനൽ ചൂടുരുകി നീറുമെൻ മനസ്സിൽ ഒരു പുതുമഴയുടെ കുളിരായി മാറും. മനസ്സാകുമോ സുഖമാക്കുവാൻ, മതിയാവില്ല മരുന്നീതുമേ. എഴുന്നള്ളണേ പ്രഭയോടെ നീ മുറിവേറ്റുവാങ്ങാൻ. എഴുന്നള്ളണേ പ്രഭയോടെ നീ മുറിവേറ്റുവാങ്ങാൻ. മനസ്സാകുമോ താങ്ക് യു ജോമി. അടുത്തതായിട്ട് സുബി ജോൺ. എൻ പ്രേമഗീതമാ എൻ യേശുനാഥ നീ, എൻ പ്രേമഗീതമാ എൻ യേശുനാഥ നീ, എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. ആരാധന 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 ആരാധന.
സുബി ജോൺ പാട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ 3 പേരും പാടിക്കഴിഞ്ഞു. മാർക്സാണ്. ഐഡ തമ്പി ഗെറ്റ്സ് 3 മാർക്സ്, 3 മാർക്ക്. ജോമി അച്ചാമ്മ ജോൺസൺ ഗെറ്റ്സ് 4 മാർക്സ്. സുബി ജോൺ ഗെറ്റ്സ് 4.5 മാർക്സ്. ഇതോടുകൂടി നമ്മുടെ റൗണ്ട്സ് ഇവിടെ അവസാനിക്കുകയാണ്. പ്ലീസ് അനൗൺസ് ദ മാർക്സ്. First prize goes to Mrs. Subi John, ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മിസ്റ്റർ സുബി ജോൺ, 30.5 marks. 30.5 marks. Second prize to Miss Jomi Achama Johnson, 16. Second prize goes to Miss Jomi Achama Johnson, 16 marks. And Mrs. Aida Thambi, 14.5. Mrs. Aida Thambi, 14.5 marks. Subi John already is going to the next stage. അടുത്ത സ്റ്റേജിലേക്ക് സുബി ജോൺ പോകുന്നുണ്ട്. നിങ്ങൾ 2 പേർക്കും നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് 12 മാർക്കിൽ കൂടുതലുണ്ട്. ഇനിയും ബാക്കിയുള്ള കോൺസലേഷൻ മാർക്സ് പരിഗണിച്ച ശേഷമായിരിക്കും നിങ്ങളുടെ ചാൻസ്. ഓൾറൈറ്റ്, അടുത്തതായിട്ട് സമ്മാനദാനമാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ വന്ന് പങ്കെടുത്ത നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാനും അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാനും ദൈവവചനത്തിൻ്റെ മഹത്വവും മനോഹരത്വവും അനേകർക്ക് പങ്കിടുവാനും തക്കവണ്ണം ഇത് മുഖാന്തരമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.